ദാനധർമ്മങ്ങളുടെ മഹത്വം ആകാശത്തോളം ഉയരുന്ന വിശുദ്ധ റമദാൻ മാസത്തിൽ കൽബിലെ പാട്ടുകൾ പാലിയേറ്റീവ് കാരുണ്യനിധി എന്ന പേരിൽ ഒരു വലിയ മനുഷ്യസ്നേഹ ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നു. ചേലേമ്പ്ര പഞ്ചായത്തിലെ ഓരോ വീടിൻ്റെയും പടിവാതിൽ കടന്ന് ബക്കറ്റുകളുമായി കൈകോർത്ത് ചേലേമ്പ്ര പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ കെട്ടിട നിർമ്മാണം പൂർണ്ണമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കുള്ള ഒരു സ്നേഹയാത്ര. ഈ മഹത്തായ ഉദ്യമത്തിൽ എല്ലാവരും സാമ്പത്തിക സഹായങ്ങൾ നൽകി പങ്കാളികളായി സാന്ത്വന പരിചരണത്തിന്റെ മേൽക്കൂരയിൽ നിങ്ങളുടെ കയ്യൊപ്പ്. ഈ സാധനമൊക്കെ ഒഴിവാക്കുമ്പോളെ ഇതൊക്കെ കഴിച്ച വയറിന് അസുഖം ഉണ്ടാവും. പിന്നെ അവർക്ക് സ്കൂളിൽ പോകാനും കഴിയൂല. ഓ പിന്നെ എന്നിട്ടാണല്ലോ എല്ലാരും ഇത് തിന്നിട്ട് സ്കൂളിൽ പോകാണ്ടിരിക്കണേ. എന്താണ് ആരോട് പറയാ, ആര് കേക്കാ? അതും കൂടിയാണ്ട് പോട്ടെ. ഹലോ മിസ്റ്റർ പ്രമോദ്. എന്താ പെണ്ണ ഈ വിളിച്ചത്? ഇതൊക്കെ തിന്നിട്ടേ എനിക്ക് സൂക്കടായിണ്ടെങ്കിൽ നമ്മളെ പാലിയേറ്റീവ് കെയർ ഉണ്ട് ട്ടോ മോനെ. ചെറുപ്പത്തിലെ ഇതൊക്കെ തിന്നിട്ട് സൂക്കട് വരുത്തി വെച്ചിട്ടേ ചികിത്സിക്കാനുള്ള എല്ലാ പാലിയേറ്റീവ് കെയർ ഓണൊരു കണ്ടുപിടുത്തം വന്നത്. അച്ഛാ, പണ്ടൊരു കുറിക്കല്യാണത്തിന് പോയില്ലേനോ മിനിയൂട്ടിയില് എന്റെ കുഞ്ചൊക്കെ പൊട്ടിച്ചിനി. അത് പണ്ടൊന്നല്ല, കഴിഞ്ഞല്ല. ഇപ്രാവശ്യം ഒരു കുറിക്കല്യാണം നടത്തുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മളെ ലത്തിഫാക്കന്റെ മിനിയൂട്ടിന്നാ. അല്ലാതെ പിന്നെ നമ്മള് വേറെ എവിടെ പോവാനാ? സ്കൂളിലൊരു കുട്ടിയില്ലേനോ, നമ്മള് ടീച്ചർക്കൊക്കെ പൈസ കൊടുത്തിന്, സുഖമില്ലാത്ത കുട്ടി. സ്കൂളിന്റെ ഗ്രൂപ്പിൽ പൈസ കളക്ട് ചെയ്യാൻ പറഞ്ഞല്ലേ? ആ കുട്ടിക്കും ആ കുട്ടീന്റെ വല്യമ്മയ്ക്കും മരുന്ന് കൊടുക്കണ നമ്മളെ പാലിയേറ്റീവ് കെയർ ആണ്. ഇതൊക്കെ എങ്ങനെ പറഞ്ഞു? എന്റെ കൂടെ കളിക്കണ കുട്ടിയാ. ഓളെ ആലോചിക്കുമ്പോഴേക്ക് സങ്കടം വരും. എന്റെ കണ്ണ് നിറയച്ചോ. ഓളെ വീടിന്റെ അടുത്ത് എന്റെ ഫ്രണ്ട് യാമീന്റെ വീട്. ഓളിനോട് പറഞ്ഞതാ, നമ്മളെപ്പോലത്തെ പാവങ്ങളായ ആൾക്കാർക്ക് മാരകമായ സൂക്കടൊക്കെ വരുമ്പോ നമുക്ക് പാലിയേറ്റീവ് കെയർ അല്ലാതെ ആരാളുള്ളത് പോണേ. ഒരു കല്യാണത്തിനൊപ്പം നമ്മള് തോനെ പൈസ കൊടുക്കണല്ലേ അച്ഛാ? നമ്മള് ചെറുതോ വലുതോ നല്ല മോളെ, നമ്മൾ എന്തായാലും കൊടുക്കണം. ഇപ്രാവശ്യം നമ്മളെ കുഞ്ചു മാത്രമല്ല അമ്മൂമ്മ തന്നെ മോതിരം കൂടി കൊടുത്താലോ? അച്ഛാ, ഇനി അങ്ങനത്തെ സാധനം വാങ്ങാൻ വേണ്ടിട്ട് വാശിരിക്കില്ല കേട്ടോ. നല്ല കുട്ടിയാ. ഇന്ന് നിങ്ങൾ നൽകുന്ന ഒരു സംഭാവന ഒരു മാതാവിന്റെ വേദന കുറയ്ക്കാം, ഒരു പിതാവിന് ആശ്വാസം നൽകാം, ഒരു രോഗിക്ക് വേദനയില്ലാതെ അസ്വസ്ഥതയില്ലാതെ ജീവിക്കാനുള്ള അവസരം ഒരുക്കാം.